ഖുർആൻ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുതൽക്കൂട്ടാവണം. ഖുർആൻ പിടിക്കുമ്പോൾ തന്നെ മുസ്ഹഫ് എടുക്കുന്ന സമയത്ത് ഒരിക്കലും അതിനെ താഴ്ത്തിപ്പിടിക്കാൻ പാടില്ല. മറിച്ച് എടുക്കുന്ന സമയത്ത് പരിപൂർണ്ണ വുദൂഓടുകൂടെ ഖുർആൻ ഇങ്ങനെ മാറത്തെ കണച്ചുകൊണ്ടാണ് പിടിക്കേണ്ടത്. അതിനോടുള്ള ബഹുമാനം, നമ്മുടെ ചെറിയ മക്കളെ പിടിക്കുമ്പോൾ എത്രമാത്രം വാത്സല്യത്തോടുകൂടെ സ്നേഹത്തോടുകൂടെയാണോ കുട്ടികളെ പിടിക്കാറുള്ളത്? നാം നമ്മുടെ ചെറിയ മക്കൾ ഇങ്ങനെ കൈ പിടിച്ച് തൂക്കി പിടിച്ചിങ്ങനെ കൊണ്ടുപോവില്ല. താഴത്ത് വെക്കാൻ കഴിയാത്ത കുഞ്ഞുങ്ങളെ ഇങ്ങനെ കൈപിടിച്ച് തൂക്കി കൊണ്ടുപോകില്ല. താറാവിനെയും മറ്റ് ജീവികളൊക്കെ കൊണ്ടുപോകുന്നവരെ ഇങ്ങനെ തൂക്കി പിടിച്ചു കൊണ്ടുപോകില്ലല്ലോ. ഇതുപോലെ ഖുർആൻ ഒരിക്കലും ഇങ്ങനെ തൂക്കി പിടിച്ചു കൊണ്ടുപോകാൻ പാടില്ല. അത് വളരെ സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, പ്രത്യാശയോടുകൂടെ മാറത്തെ കണച്ച് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഖുർആനെ നാം വന്ദിക്കേണ്ടത്, ബഹുമാനിക്കേണ്ടത്. ഇടയ്ക്ക് ഖുർആൻ ഒന്ന് ചുംബിക്കുന്നത് അത് പുണ്യമാണ്. പക്ഷേ വായിൽ നിന്ന് തുപ്പുനീരോ അതുപോലെയുള്ള മിളച്ചമായതൊന്നും ആ ഖുർആനിലേക്ക്, മുസ്ഹാഫിലേക്ക് ആക്കാൻ പാടില്ല. ഏതെങ്കിലും ഭാഗത്തൊക്കെ ചൊറഞ്ഞ് മാറ്റിയിട്ട് ശരീരത്തിലുള്ള വിയർപ്പുകളും മറ്റൊക്കെ കയ്യിലാക്കിയിട്ട് ആ കൈ കൊണ്ട് ഒരിക്കലും ഖുർആൻ പിടിക്കാൻ പാടില്ല. വളരെ സൂക്ഷിക്കണം. ചില ആളുകൾ ഇങ്ങനെ നോട്ടെണ്ണുന്നത് പോലെ ഇങ്ങനെ നാവ് കൊണ്ട് ഇങ്ങനെ കയ്യിന്റെ വെള്ളം ഇങ്ങനെ തൊട്ടിട്ട് ഒന്ന് നനയാൻ വേണ്ടിയിട്ട് അത് മറിച്ചിട്ട് കിട്ടാൻ വേണ്ടി ചില ആളുകൾ നാം ഇങ്ങനെ തൊടാറുണ്ട്. തൊട്ടിട്ട് ഖുർആന്റെ ഏടുകൾ മറിച്ചാൽ സുബ്ഹാനല്ലാഹ്, അത് ഹറാമാണ്, തരിച്ച ഹറാമാണ്. നിസ്സാരപ്പെടുത്തിക്കൊണ്ടാണെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മുടെ കാവലോടുകൂടെ ശ്രദ്ധയോടുകൂടെയാണ് വിശുദ്ധ ഖുർആനുമായി നാം ബന്ധപ്പെടേണ്ടത്, കൈകാര്യം ചെയ്യേണ്ടത്. ഖുർആൻ വളരെ മഹത്വത്തോടുകൂടെയാണ് നാം ആദരവോടുകൂടെ ഖിബലക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് ഓതാൻ പറ്റുമെങ്കിൽ എപ്പോഴും അങ്ങനെ ഇരുന്ന് ഓതലാണ്. നല്ല നിയ്യത്തോടുകൂടെ ഇതിങ്ങനെ ഓതിയാൽ എത്രയാണ് അള്ളാഹു നമുക്ക്